തോട്ടിൽ വെള്ളം പറ്റില്ലേ? തോട്ടിലൊന്നും വെള്ളമല്ല, മഴ പെയ്യല് നിന്നപ്പത്തിന്. അപ്പോളേ ഞങ്ങളേ അനിയത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങോട്ടാ പോണേ? ആ, സുബിൻ്റെ അടുത്തേക്ക്. അതാണ് നമ്മളെ തോട് കണ്ടങ്ങൾ. തോട്ടിലേ വെള്ളം പറ്റിയിരിക്കണ വെള്ളമല്ല, തോട്ടില് വെള്ളം തന്നെ അല്ല. വെള്ളം ഉണ്ട് കേട്ടോ, ഇത് തിരിച്ചൊക്കെ ഉണ്ട്, കുറച്ചുണ്ട്, കുറച്ച്. നിങ്ങളെ പറഞ്ഞതല്ല. പിന്നെ ഞാനോക്ക് കുറച്ച് സാധനം കൊണ്ടു കൊടുക്കണ്ട, കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നു വാങ്ങിയത്. അപ്പോൾ അങ്ങാടിയിൽ കുറച്ച് കൊണ്ടു കൊടുക്കുക, അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാ. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയ കേട്ടോ, പക്ഷെ ഓളെടുത്തുള്ളതാണ്. അവിടെ ഒരു വാഴ കൊളിച്ചിനി, അപ്പോൾ അതിൻ്റെ എണ്ണിത്തണ്ട് തരാറിനോള്. ഇന്നെ കാണുന്നില്ല ഇല്ലേ, അപ്പം അതിൻ്റെ എണ്ണിത്തണ്ട് തരാറിനീന്ന് കേട്ടോ. പിന്നെ കറുമൂസി ഉണ്ട് അവിടെ, അതും ഒക്കെ ഇട്ടിട്ട് ഒരു പടുകൂട്ടാൻ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോകും, അതിനാണ് പോകുന്നത്. തോട്ടിൽ വെള്ളമൊക്കെ കുറവാണ്. എന്തൊക്കെ ഉണ്ട് വിശേഷം? എല്ലാവർക്കും ശരിക്ക് പുതിലൊന്നും പോയിട്ടില്ല, പക്ഷേ ഒരാഴ്ച വെയിൽ അത്തിപ്പത്തിന് പൊയിൽ വെള്ളം കുറഞ്ഞു കേട്ടോ. ഈ കനാലിൽ കൂടെ ഒരു നീരുറവ മാതിരിയാ വരുന്നത്, അല്ലെങ്കിൽ അത്രേ ഉള്ളൂ. എങ്ങനെ വെള്ളം വന്നീന കനാലാണിത്. പറയുന്നത് ഓലെന്താ അവിടെ എടുക്കണമെന്ന് അറിയില്ല. അനിയത്തിയും കുട്ടികളും ഓരോ വീട്ടിലെത്തിട്ടോ. അപ്പൊ വാഴ എല്ലാം ഉണ്ടാതെ പോയി നമുക്ക് എന്താണ് പണിയാവർക്ക്. അപ്പൊ ഞങ്ങളിത് അവിടെ എത്തി. അപ്പോ എടി സുബി, സുബിയേ, സുബൈ, സുബൈറ ഉറങ്ങ. അപ്പൊ അതാ ഞങ്ങൾ ഇവിടെ എത്തി. സുബി, എനിക്ക് ഇത് എവിടുന്ന കറുമൂസായി വന്ന് പറിച്ചതാ? അതാക്കണ്, എനിക്ക് തന്നതാണിത്. ഇത്രയും കാണുന്നുണ്ടോ? വീഡിയോയിൽ കാണുന്നുണ്ടോ? വെയിലോണ്ട് കാണുന്നില്ല. ഇതാക്കണ് കറുമൂസ, ഇണ്ണിത്തണ്ട്, ഇതാ കറുമൂസ. ഇതൊക്കെ വെച്ചിട്ട് അടിപൊളി കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ മുതിര കൊണ്ടുവന്നിക്കണോ? ആ, എന്നാ നമുക്ക് എന്താ ചെയ്യാ, ഇണ്ണിത്തണ്ടും ഈ മുതിരയിട്ട് കൂട്ടാൻ വെക്കട്ടോ. നാളെ കറുമൂസയും ഇണ്ണിത്തണ്ടും ഒക്കെ ഇട്ടിട്ട് നാളെ ഉണ്ടാക്കാം. ആണോ? അപ്പൊ ഇതാണ് കറി കേട്ടോ, ഇന്നത്തെ കറി അറിയണത്. ഇങ്ങനെയുള്ള കറിയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചാലുണ്ടല്ലോ നമുക്ക് ആരോഗ്യം ഉണ്ടാവും, രോഗപ്രതിരോധ ശക്തി കൂടും. അതൊക്കെ മൂപ്പ് എറിയിക്കണോ? അതതിൽ കൊണ്ടുവന്ന് വെക്കുന്നാല് ആക്കണ. അവിടെ ആ തലക്കേക്കണൊന്ന്, അവിടെ ആക്കണൊന്ന്, അതാ തലക്കേ. ഇത് പറിച്ചട്ടെ, ഇവിടെ എത്രങ്ങാനുണ്ട് അറിയോ? ഇതാ കൊറേ ഉണ്ട് ഇതിമേ, ഇങ്ങോട്ട് കണ്ടോ? എടിയാ വെട്ടണ്ടടി, വെട്ടി കളയണ്ട സുബിയെ. പിന്നെ ഇങ്ങോട്ട് നോക്കാണി, അതൊന്നുമല്ല. ഇഞ്ഞ അവിടെ അല്ല, ഇഞ്ഞു ഇഞ്ഞുണ്ടവിടെ പറിച്ചാൻ വേറെ. ഇത് മതി, ഇത് മതി. ആ, അത് ഞാൻ പറിച്ചാ നിക്ക്. ഇത് ഞാൻ പുറത്ത് കൊണ്ടുപോയിടട്ടെ. കണ്ടില്ലേ എത്രങ്ങാനാണ് കിട്ടിക്കണ്. പറിച്ചോളി, സുബിന്റെ അടുത്ത് കൊടുത്തോളി. അതാ അതിന്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലോ. പറ്റായൊന്നുമില്ല, പഴുത്തത് പറിക്കണ്ട. ആ മൂത്ത അതിന്റെ ആ ഒന്ന് നോക്കി, അത് വേക്കിലുള്ള ഒന്ന് അതല്ല, അതിന്റെ ആ വണ്ണള്ളിന്റെ വേക്കിലതാക്കണം ഒന്ന് നോക്കി. അവിടെ അതിന്റെ അടിയിലും ആക്കണ്, ഒക്കെ മൂത്തുക്കണ്, അതിന്റെ അടിയിലാക്കണ്. മൂത്താണോ? മൂത്തതാണോ? എന്നാലും പറ്റും, പെരിയക്കാലോ. ഇതവിടെ ഒന്ന്. ഈ ഒരു മരം കുറച്ചൊന്നല്ലേ നമുക്ക് വഴുതനങ്ങ തന്നത്. ഒരു ഗുഡ്സ് നിറച്ചൊക്കെ പറിച്ചു.
ആണേ സത്യം. അതൊക്കെ മൂത്തോട്ടേക്കാ ഒക്കെ മൂത്ത് പരമ്പിച്ച് പോകണതാണ്. കൊറേ ഉണ്ട് ഇത്. കൊറേ കൊണ്ടുവച്ചില്ലേ? ഇത് ഫുള്ള് തന്നെ ആയിക്കോട്ടെ. നടക്കി നോക്ക്. ഇത്രയും കിട്ടിയില്ലേ? അപ്പൊ കച്ചവടം ചെയ്യാം നമുക്ക്. അപ്പളേ ഇത് ഇണ്ണിത്തണ്ട് ഇപ്പൊ 2 ദിവസം മുന്നേ ഞങ്ങള് വെച്ച് തിന്നിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് അങ്ങീന്ന് തന്നീനി. അപ്പൊ ഇണ്ണിത്തണ്ട് ഓള് തന്നിട്ടുണ്ട്, കറുമൂസ തന്നിട്ടുണ്ട്, പിന്നെ നിങ്ങൾ ഇത് കൊണ്ടുവന്നിട്ടില്ലേ മുതര കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതാ ഇത് കണ്ടില്ലേ നിങ്ങൾ എത്രങ്ങാനും വഴുതന. ഇത് എനിക്കൊക്കെ ഒന്ന് വേണ്ട സുബിയെ? എനിക്ക് വേണ്ടേ? ഇതൊക്കെ പാടെ കൊണ്ടുപോയിട്ട് എന്തിനാ? ആർക്കെങ്കിലൊക്കെ കൊടുക്കല്ലോ സുബിയെ? ഉമ്മാക്ക് കൊടുക്കലേ? ചുട്ടിട്ടാൻ വയ്യ. ഇതാണ് നമ്മളെ വീട്ടില് സാധനങ്ങൾ ഉണ്ടാകുമ്പോ നമ്മക്ക് വാണ്ടി വരില്ല അറിയണത്. നമ്മളെ വീട്ടില് എന്തുണ്ടായാലും നമ്മക്ക് അത് വാണ്ടി വരില്ല. അതല്ല അത് വേറെ എവിടെയെങ്കിലും കാണിച്ചെങ്കിൽ ഇപ്പൊ ഇത് ഈ പച്ച വഴുതനങ്ങ നുറുക്കിയിട്ട് 2 കാന്താരിയും ഒക്കെ കീറിയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് ഒരതി ഉടച്ചിട്ട് അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് മതി ചോറുക്ക് അല്ലേ സുബിയെ? ഉപ്പേരി എല്ലാവർക്കും പറ്റൂല കേട്ടോ വഴുതനങ്ങ. എനിക്ക് കുട്ടികൾക്കൊന്നും കൊടുത്താ കുട്ടികള് കഴിക്കൂല. ഇത് ഏറ്റി പൊടി റെഡിയാർക്ക് 2 എണ്ണം വെക്കട്ടെ. പൊരിച്ചാ മതി. റെഡിയാർക്ക് 2 എണ്ണം വെക്കട്ടെ. എണ്ണി കൊണ്ട് 2 എണ്ണം ആക്കണ് 4 എണ്ണം. അത് ചെടുത്തോ, അത് ഞങ്ങൾക്ക് തന്നു. ഞാൻ ഒരാഴ്ച മുമ്പ് കേട്ടോ നമ്മള് ഒരു ലോഡ് പച്ചക്കറിയും കൊണ്ട് പോവുകയാണ്. ഇന്നിതാണ് കൂട്ടാന്. വഴുതനങ്ങ പൊരിച്ചത്. വഴുതനങ്ങ കുഞ്ഞാണിയാക്കേ വഴുതനങ്ങ എന്നാ പറയാ. എത്ര വഴുതനങ്ങ പറഞ്ഞെടുത്താലും വഴുതനങ്ങ അറിയും. അതെന്തായാലും എനിക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇന്ന് വഴുതനങ്ങ ഉപ്പേരി, ഇണ്ണിത്തണ്ടും മുതരി ഉണ്ടാക്കാം നമുക്ക്. കറുമൂസ വേറെ എന്തെങ്കിലും അതെനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടാക്കാം. അങ്ങനത്തെ കറി ഉണ്ടാക്കണം. വൃത്തിയാക്കിയത് മതി. ഇത് നമ്മളെ കൂട്ടാനുണ്ടാക്കാൻ വേണ്ടിട്ടേ മുതിര ഞാൻ ഇതാ വെള്ളത്തിലിട്ടിക്കണ്. കണ്ടോ? ഇത് വെള്ളത്തിലിട്ട് നല്ലോണം പുതിരണം കേട്ടോ. എന്നാലുള്ള നമ്മൾ നിന്നിട്ട് കുക്കറിലാണ് വേവിക്കുക മുതിര. അപ്പൊ കുക്കറിൽ വേവിക്കാനാണെങ്കിൽ തന്നെ ഇത് നല്ലോണം പുതിർന്ന് കിട്ടണം. അപ്പൊ അതാ ഇന്നത്തെ ഒരു ദിവസം ഇത് വൈകുന്നേരമാണ് കേട്ടോ. നാളെയാണ് ഞാൻ അതുകൊണ്ട് കൂട്ടാനുണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം മൊത്തം അത് വെള്ളത്തിൽ കിടക്കട്ടെ കേട്ടോ. നമ്മളെ പോഷകാഹാരത്തിൽ പെട്ട ഒന്നായിട്ടത്. പോഷകങ്ങളുള്ള ഒരു നാടൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കേട്ടോ. കുഞ്ഞാണിയാക്കയാണ് എണ്ണിത്തണ്ട് നുറുക്കി തരുന്നത് കേട്ടോ. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ട് വേണം ഞമ്മക്കിത് എണ്ണിത്തണ്ട് മുതൽ ഉണ്ടാക്കാൻ കേട്ടോ. ഇതിന്നൊരു എന്താ പറയാ ഒരു നാരിങ്ങനെ കിട്ടും. അത് മാറ്റി വെക്കണം. അങ്ങനെയാണ് ഇത് അരിയിടത് കേട്ടോ. കണ്ടില്ലേ ഒരു നൂല്. ഇത് നമ്മൾ വെള്ളത്തിലിട്ടുങ്ങാണ്ട് ഇങ്ങനെ അതിമന്ന് വെള്ളത്തിലിട്ടിട്ട് ഒരു മുള്ളുകൊണ്ട് ഇങ്ങനെ ഇതിൻ്റെ നാര് മുഴുവൻ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മളെ മുതിര തലേ ദിവസം വെള്ളത്തിലിട്ട് നല്ലോണം പുതിർന്നിക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലോണം കഴുകി ഇതിൻ്റെ കല്ലൊക്കെ കളയണം. ഇതിൻ്റെ ഉള്ളിൽ കല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് എന്താ പറയുക ഈ മുതിര കഴുകിയെടുക്കാൻ കേട്ടോ. അപ്പോൾ കല്ലൊക്കെ ഇതിൻ്റെ അടിയിൽ ഊറിയിട്ടുണ്ടാവും. അപ്പോൾ ഇളക്കി നമുക്ക് അതൊക്കെ മാറ്റാം. എന്നിട്ട് ഇത് കുക്കറിലാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കണത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും കേട്ടോ. കുക്കറിൽ 2 വിസിലാകുമ്പോഴത്തേനും മുതിര വെന്തിട്ടും. വെള്ളത്തിലിട്ടുകൊണ്ടാണ് കേട്ടോ, പുതിർന്നുകൊണ്ടാണ് വെന്ത് കിട്ടിയത്. അപ്പോൾ അതിലാവശ്യത്തിന് വെള്ളം ഒഴിച്ചങ്ങാണ്ട് നമുക്ക് ഉപ്പിടാതെ വേവിക്കട്ടോ. ഉപ്പിടാതെ വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. എനിക്കറിയില്ല എനിക്കൂട്ടാ. അവിടെ പോയി തിരഞ്ഞോക്കാം. അപ്പോൾ അതാ പിന്നെ എണ്ണിത്തണ്ട് ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഇനി ഇതിൽ നിന്ന് ഒരു ആരുണ്ട്. ഇതിൻ്റെ നൂല് നമുക്ക് എടുക്കണം. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട്
അത് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ ഒരു കോല് 2 കമ്പുള്ളൊരു കോല് വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കട്ടോ. സൗണ്ട് ഉണ്ടാക്കല്ലേ മിക്കുട്ടാ. എന്നിട്ട് അത് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അതിന്മേൽ കണ്ടോ നൂല് കിട്ടി. ഇനി നൂലെടുത്ത് കളയാം. അല്ലെങ്കിൽ എന്താണെന്നറിയോ ഇതിൻ്റെ പിന്നെ നൂലിങ്ങനെ കടിച്ചിട്ട് ചണ്ടി ഇങ്ങനെ കടിക്കുക. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മളെ മുതിര വെന്ത് നോക്കുമ്പോൾ അതിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. മുതിര വെന്ത് പായസമായിട്ടൊന്നുമില്ല, എന്നാലും വെന്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, പിന്നെ അത് ഒന്ന് വറ്റിക്കട്ടോ. ഇനി നമുക്ക് ഇണ്ണിത്തണ്ട് ഇതിലേക്ക് ഇട്ടുങ്ങാണ്ട് എന്ത് ചെയ്യുക, നല്ലോണം ഒന്ന് ഒരു പ്രാവശ്യം കൂടെ ഒരു വിസിലടിക്കുമ്പോഴത്തേനും കുക്കറിൽ തന്നെയാണ് വേവിക്കാം. അതാണ് നല്ലത്. അപ്പോൾ അത് അതിന് ഇടാൻ വേണ്ടിയിട്ട് ഇനി ഉപ്പിട്ടുങ്ങാണ്ട് വേവിക്കട്ടോ. ഇനി നമുക്ക് പച്ചമുളക് 2 കീറിയിട്ടുങ്ങാണ്ട് അങ്ങനെയും വേവിക്കാം. ഇനി ഇത് നമുക്ക് തൂമിക്കുമ്പോൾ എമ്മിക്കുട്ട അടങ്ങിക്കടാ. തൂമിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, കടുക് പൊട്ടിച്ചിട്ട് അതിക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് തൂമിക്കട്ടോ. അപ്പോൾ അതാ കടുക് വെന്തു. അത് നമുക്ക് അടുപ്പത്തിട്ടുങ്ങാണ്ട് അടങ്ങിക്കമ്മിക്കൂട്ടാ. അടുപ്പത്തിട്ടുങ്ങാണ്ട് എന്ത് ചെയ്യുക, പിന്നെ ഒന്ന് വറ്റിക്കട്ടോ. അതിന് ഒന്ന് തൂമിച്ചിട്ട് വറ്റിക്കയച്ചിട്ടാണ്. കടുക് പൊട്ടിച്ചിട്ട് ഇനി ഇതിലേക്ക് പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു കേട്ടോ. ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. എമ്മിക്കുട്ടൻ അവിടെ നല്ല പാട്ട് കേട്ടോ. എമ്മിക്കുട്ടൻ അപ്പിക്കുട്ടിയാണ് കേട്ടോ പറഞ്ഞേക്കാത്ത. അപ്പം അതാ ഉള്ളി ഇങ്ങോട്ട് നോക്കാം എമ്മിക്കുട്ട, കണ്ടോ ചെറിയ ഉള്ളിയും പിന്നെ ഉണക്കമുളകൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളെ ഇണ്ണിത്തണ്ട് മുതിര ഇട്ടെടുക്കുക. അപ്പോൾ ഇത് കാണാനൊന്നും വലിയ രസമല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലുള്ള പണ്ടുള്ള പുരാതന കാലത്ത് എന്നൊക്കെ പറയട്ടോ, പണ്ടുള്ള കാലത്ത് ഈ ഇണ്ണിത്തണ്ട് മുതിര ഇതൊക്കെ എന്തിനാ നല്ലോണം കഴിച്ചിരുന്നത്. മുതിര കഴിച്ചാൽ കുതിരൻ്റെ ശക്തി എന്ന് പറയാം. കുതിരക്കൊക്കെ മുതിരയല്ലേ കൊടുക്കുന്നത്. ശക്തി ഉണ്ടാകാൻ ആരോഗ്യം ഉണ്ടാകാനും മുതിര കഴിക്കുന്നത് നല്ലതാണ്. ഇവിടെ ഇണ്ണിത്തണ്ട് എപ്പോൾ കിട്ടിയാലും കുഞ്ഞാണിയൊക്കെ ആ മുതിര കൊണ്ടിരിക്കും ഞാൻ, എന്നിട്ട് കഴിക്കും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ചാറുണ്ടല്ലോ ഈ ചട്ടിക്കന്നെ ഇട്ടുങ്ങാണ്ട് വറ്റിച്ചുങ്ങാണ്ട് ഒരു കുറുകി വരുമ്പോഴാണ് ഈ ചാറിനൊരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ഈ ഒരു കറി ഉണ്ട് വെച്ചെങ്കിൽ കുറച്ച് വെള്ളത്തോടുക്കനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്തിരി വെള്ളം കേട്ടോ, കുറേ ചാറ് പോലെ ആകരുത്. എന്നിട്ട് നമുക്ക് എന്താ ചോറിലിട്ട് കഴിക്കാൻ പിന്നെ വല്ല ഉണക്കമീനോ അങ്ങനെ വല്ല ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ ഒഴിച്ചു കറി ഒന്നും വേണ്ടിട്ടോ, ഇത് മാത്രം മതി കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കൊണ്ട് എല്ലാവരും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണമല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യണമല്ലോ ഫോളോ ചെയ്യുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. ഇതുപോലുള്ള അടിപൊളി വിഭവങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരും. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ കറിയൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.